വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മേഖല എന്ത് തന്നെയായാലും ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ പേര് ജയൻ പ്രഭാർ. ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ്. ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷമാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഇന്ന് ധാരാളം ആളുകൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയിലൂടെ. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, എല്ലാം ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അതിമനോഹരമായിട്ടൊരു കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെയാണ് 9 പോയിൻറ്റ്സ്? ഫസ്റ്റ് വൺ, മൈക്രോ നിഷ്. ഇപ്പോൾ നിങ്ങളുടെ നിഷ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിഷ് മീൻസ് നിങ്ങളുടെ മേഖല. ഇപ്പോൾ ഹെൽത്ത് സ്പേസ്, അതുപോലെ പേഴ്സണൽ കരിയർ, ബിസിനസ് ഗ്രോത്ത്, അതുപോലെ കൗൺസിലിങ്, ഡാൻസ്, മ്യൂസിക്, മറ്റേത് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിരുചിയുള്ള ഏത് മേഖലയാണോ ആ മേഖലയിലൊരു മൈക്രോ നിഷ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ ധാരാളം രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിൽ ഇപ്പം ഡയബറ്റിക്, BP, കൊളസ്ട്രോൾ. അപ്പോൾ അതിനകത്ത് ഡയബറ്റിക് അതൊരു മൈക്രോ നിഷാണ്. ഹെൽത്ത് മെയിൻ നിഷിലെ മൈക്രോ നിഷ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക്. സോ അങ്ങനെ ഒരു മൈക്രോ നിഷ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ യോഗയിൽ സംബന്ധിച്ച് പവർ യോഗ, ഇപ്പം ഹീലിങ്ങിൽ പല ടൈപ്പ് ഓഫ് ഹീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹീലിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ആ രീതിയിലുള്ളൊരു നിഷ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, മൈക്രോ ടാർഗറ്റ്. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്ത് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളിലേക്ക് വരത്തില്ല. സ്റ്റുഡൻസോ ടീച്ചേഴ്സോ അല്ലെ പേരൻസോ അല്ലെ മോംസ് അല്ലെ മെൻസ് അല്ലെ കിഡ്സ്, ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഡയബറ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു കോഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, വാട്ടർ തെറാപ്പിയിലൂടെ അല്ലെ ഹീലിങ്ങിലൂടെ എങ്ങനെയാണ് ഡയബറ്റിക് നമുക്ക് ഫുള്ള് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആയുർവേദത്തിലൂടെ അല്ലെ നാച്ചുറോപ്പതിയിലൂടെ പലതരത്തിലുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കിൽ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്ന ടാർഗറ്റ് മാർക്കറ്റ് ആരാ? ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. സോ അത് വലിയൊരു മാർക്കറ്റാണ് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ, ശരിയല്ലേ? അപ്പോൾ ആ ഒരു മൈക്രോ ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിട്ടൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മൈക്രോ നിഷ്, മൈക്രോ ടാർഗറ്റ്. തേർഡ് വൺ, മാർക്കറ്റ് റിസർച്ച്. കാരണം നിങ്ങളുടെ മേഖല എങ്ങനെ മാക്സിമം വാല്യൂ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. ഇപ്പം ക്വാറ, അതുപോലെ യുഡമി, കോഴ്സറ, ഇതുപോലെ അല്ല ഗൂഗിള്, യൂട്യൂബ്, മറ്റ് ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോണ്ടൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായുള്ള ഒരു യൂണിക് പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് മാർക്കറ്റ് റിസർച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, 330-90 ഫ്രെയിംവർക്ക്. ഇതൊരു വിജയിച്ച ഒരു സിസ്റ്റമാണ് 330-90. കാരണം ഇത് എനിക്ക് കിട്ടിയ എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥിൽ നിന്നാണ്. എന്താണ് 330-90? 3 ഡേയ്സിലേക്കുള്ള കോണ്ടൻറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ ലെവൽ 1. ലെവൽ 2ലേക്ക് വരുമ്പോൾ 30 ഡേയ്സ്, ലെവൽ 3 എന്ന് പറയുമ്പോൾ 90 ഡേയ്സ്. ഇപ്പം 3 ഘട്ടം ഘട്ടമായിട്ട് വേണം ഈ ഒരു കോഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. 3 ഡേ എന്ന് പറയുമ്പോൾ എൻട്രി പോയിൻ്റാണ്. എന്താണ് ഈ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ മാത്രം. 30 ഡേയിലേക്ക് വരുമ്പോൾ അത് ഇംപ്ലിമെൻറ്റേഷനാണ്, ആക്ഷൻ പ്ലാനാണ് കംപ്ലീറ്റ്. ആക്ഷൻ ടേക്കേഴ്സ് മാത്രമേ 30 ഡേയ്സിലേക്ക് വരത്തുള്ളൂ, നിങ്ങളുടെ സെക്കൻഡ് ലെവലിലേക്ക് വരത്തുള്ളൂ. മൂന്നാമത്തെയാണ് 90 ഡേയ്സ്. അത് കംപ്ലീറ്റിൽ എങ്ങനെയാണ് ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ വേർഷൻ എന്താണ്, അൾട്ടിമേറ്റ് ഗോളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 90 ഡേയ്സിലൂടെയാണ്. സോ 330-90 ഫ്രെയിം വർക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് പോയിൻറ്റ്, 1-to-1. നിങ്ങളുടെ ലെവൽ 1 കസ്റ്റമേഴ്സിനെ കിട്ടിയതിന് ശേഷം നിങ്ങൾ മാക്സിമം 1-to-1 അവരുമായിട്ട് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് അവരുടെ ക്വസ്റ്റ്യൻസിലൂടെ, ഇപ്പോൾ 100 പേരുമായിട്ടുള്ള 1-to-1 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് നിങ്ങളുടെ ലെവൽ 2-ഉം ലെവൽ 3 പ്രോഡക്റ്റും. കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ശരിക്കും ഈ 330-90 ഫ്രെയിം വർക്ക്, അതുപോലെ 1-to-1. ഈ ഒരു സിസ്റ്റം പ്രൂവ്ഡ് ആണ്, ഇത് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഫ്രീ വെബിനാർസ്. നിങ്ങളുടെ
ഐഡിയയിലുള്ള കോഴ്സിനനുസരിച്ച് നിങ്ങളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുക. ഒരു 90 മിനിറ്റ്സ് ഡെഡിക്കേറ്റഡ് വെബിനാർ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. കസ്റ്റമറുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുക, ക്ലയൻസുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുക. സോ അങ്ങനെ ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു വേവ് ലെങ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് എന്താണ് ആവശ്യം, എങ്ങനെയാണ്, എത്ര ശതമാനം ബൈ ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾവേസ് പ്രാക്ടീസ് ഫ്രീ വെബിനാർ. സ്റ്റാർട്ടിംഗ് പോലും നിങ്ങൾ ഫ്രീ വെബിനാർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് അത് പെയ്ഡ് വെബിനാറിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് 3 ലെവൽസ്. 3 ലെവൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 330-90 വർക്ക് തന്നെയാണ്. 3 ദിവസത്തേക്കുള്ള കോഴ്സ് ലെവൽ 1, 30 ഡേയ്സ് ആക്ഷൻ പ്ലാൻ ലെവൽ 2, 90 ഡേയ്സ് ദ അൾട്ടിമേറ്റ് ഗോൾ തേർഡ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് 10x പ്രൈസിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പ്രൈസിങ് 10x മീൻസ് നിങ്ങളൊരു 5000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50,000 രൂപ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട്. കാരണം മാക്സിമം വാല്യൂ കൊടുക്കുക, മാക്സിമം റിസൾട്ടാണ് അവർക്ക് വേണ്ടത്. ഫോക്കസ് ഓൺലി ഓൺ റിസൾട്ട്. ഡോണ്ട് സെൽ എനി പ്രോഡക്റ്റ്, ഗിവ് റിസൾട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ആളുകളും അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടാണ് നോക്കുന്നത് ഓൺലൈൻ സ്പേസിൽ. ഒരിക്കലും അത് ചെയ്യരുത്. അത് ഒരു ഷോർട്ട് ടൈം ഗെയിമാണ്. നിങ്ങൾ ലോങ് ടൈം ഗെയിമിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് മാക്സിമം വാല്യൂ കൊടുക്കുക, റിസൾട്ട് കൊടുക്കുക. സോ 10x പ്രൈസിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ. കാരണം ആളുകൾ എപ്പോഴും ആകർഷിക്കുന്നത് എന്തിലാണ്? ഓഫറിലാണ്. ഒരു 60,000 രൂപ വാല്യൂ ഉള്ളൊരു പ്രോഡക്റ്റ് ഇന്ന് ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 6,000 റുപ്പീസ് കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരാണെങ്കിലും പർച്ചേസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അവിടെയാണ് കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഡെലിവറി പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ഡെലിവറി പ്ലാറ്റ്ഫോംസ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ്, നിങ്ങൾ തയ്യാറാക്കിയ വീഡിയോ കോഴ്സസ് ഇരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അതിന് ധാരാളം ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. ടീച്ചബിൾ, പോഡിയ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടീച്ചബിളാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ടീച്ചബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച്, നിങ്ങളുടെ പാഷനബിളായിട്ടുള്ള ഏരിയ, അതുപോലെ നിങ്ങൾക്ക് 100% വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? എങ്ങനെയാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതായിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.